ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെനിസ് ക്ലാസ് റൂം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ് ഇംഗ്ലീഷ് പുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റിലെ പ്രൊജക്ട് ടൈഗർ എന്നൊരു സത്യജിത് റായിയുടെ മെമ്മയർ ആണ് കേട്ടോ. എന്ന് പറഞ്ഞൊരു ഓർമ്മക്കുറിപ്പാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം ആ എക്സ്പീരിയൻസ് വിവരിക്കാൻ നമ്മളോട്. അതിനു മുമ്പ് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടാം അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം, എങ്കിലും പരിചയപ്പെടാം. നോക്കാം. About the author Satyajit Ray. Satyajit Ray was an Indian film maker. ഇദ്ദേഹം ഒരു ഇന്ത്യൻ ഫിലിം മേക്കർ ആയിരുന്നു, ഇന്ത്യൻ സിനിമ നിർമ്മാതാവായിരുന്നു സത്യജിത് റായ്. Ray was drawn into independent film making after meeting French filmmaker Jean Renoir and viewing Vittorio De Sica's Italian Murals 948 film Bicycle Thieves. Ray was drawn into, അതായത് മുന്നോട്ട് വരുന്ന നടത്തുള്ളൂ കേട്ടോ. ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തമായിട്ട് ഫിലിം മേക്കിംഗ് സെക്ഷനിലേക്ക് ആ ഫീൽഡിലേക്ക് മുന്നിട്ട് ഇറങ്ങാൻ കഴിയുന്നത് എപ്പോഴാണ്? അദ്ദേഹം രണ്ട് വ്യക്തികളെ പരിചയപ്പെട്ട ശേഷമാണ്. അതായത് ഫ്രഞ്ച് ഫിലിം മേക്കറായ ജീൻ റെനോയറിനെ നേരിട്ട് കണ്ടതിന് ശേഷവും, അതുപോലെ ഇറ്റാലിയൻ ന്യൂറോളിസ്റ്റ്, അതായത് റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ഡയറക്ടറാണ് കേട്ടോ, പ്രശസ്തനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ വിക്ടോറിയോ ഡി സിക്കാസ്, അദ്ദേഹത്തിന്റെ ബൈസൈക്കിൾ തീസ് എന്നുള്ള ഒരു മൂവി കണ്ടതിന് ശേഷമാണ് അദ്ദേഹം സത്യജിത് റായ് സിനിമാ രംഗത്തേക്ക് ഇറങ്ങി വരുന്നത്. റായ് ഡയറക്ടഡ് 36 ഫിലിംസ്. അദ്ദേഹം 36 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ഫീച്ചർ ഫിലിംസ്. അതിൽ ഉൾപ്പെട്ടവയാണ് ഫീച്ചർ ഫിലിംസ് ഉണ്ട്, അതുപോലെ ഡോക്യുമെന്ററീസ്, ഷോർട്ട് സ്റ്റോറീസ്, ചെറുകഥകൾ, ഫിലിമുകളൊക്കെ എല്ലാം സംവിധാനം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹി വാസ് ഓൾസോ എ ഫിക്ഷൻ റൈറ്റർ. അദ്ദേഹം ഒരു ഫിക്ഷൻ പറയുന്നത് നോവലാണ് ഉദ്ദേശിക്കുന്നത്, നോവൽ റൈറ്ററാണ്, അതായത് കഥാകൃത്താണ് കേട്ടോ. അതുപോലെ പബ്ലിഷർ, പ്രസാധകനാണ്, ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യുന്ന വ്യക്തിയുമാണ്. ഇലസ്ട്രേറ്റർ, ചിത്രീകരണത്തിലൂടെ കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ്. കാലിഗ്രാഫർ, കയ്യെഴുത്ത് വിദഗ്ധൻ. മ്യൂസിക് കമ്പോസർ, സംഗീത രചയിതാവ്. ആൻഡ് ഫിലിം ക്രിട്ടിക്, സിനിമാ നിരൂപകൻ. ഓൾ ഇൻ ഓൾ ആണ്, എല്ലാ മേഖലയിലും അദ്ദേഹം ഉണ്ട്. He has also authored several short stories and novels. ഇദ്ദേഹം ഒരുപാട് ധാരാളം ചെറുകഥകളും നോവലുകളും സംവിധാനം ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഓതേർഡ് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടെന്ന് അർത്ഥം, രചിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു മെമ്മയർ ഒക്കെ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് പങ്കുവെക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവത്തെ കുറിച്ച്, ഉണ്ടായ കാര്യത്തെ കുറിച്ച് നമ്മൾ പറയുക കേട്ടോ. നോക്കാം. പ്രൊജക്ട് ടൈഗർ, അതായത് ഒരു ടൈഗർ ഉൾപ്പെട്ട ഒരു പ്രൊജക്ട്. ഓക്കെ, തുടങ്ങല്ലേ. No one can beat Hollywood when it comes to making films with animals in them. അദ്ദേഹം തുടങ്ങുന്നത് തന്നെ നോ വൺ ക്യാൻ ബീറ്റ്. ആർക്കും തന്നെ, ഇവിടെ ബീറ്റ് പറഞ്ഞാൽ അടിക്കുക എന്ന അർത്ഥമല്ല, ഇവിടെ ചലഞ്ച് ആണ്, അല്ലെങ്കിൽ ഫെയിൽ ആട്ടോ. തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഒന്നുകിൽ പരാജയപ്പെടുത്താനോ അതല്ലെങ്കിൽ വെല്ലുവിളിക്കാനോ ആർക്കും കഴിയില്ല, ഒന്നിനും കഴിയില്ല. ഹോളിവുഡിനെ വെല്ലുവിളിക്കാൻ ആർക്കും കഴിയില്ല. എന്തിൽ? വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിംസ്, സിനിമ നിർമ്മിക്കുന്ന കാര്യത്തിൽ. ആരെ വെച്ചിട്ട്? വിത്ത് ആനിമൽസ് ഇൻ ദം, അതായത് മൃഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സിനിമ നിർമ്മിക്കുന്നതിൽ ഹോളിവുഡിനെ വെല്ലാൻ ആർക്കും കഴിയില്ല. നമുക്കറിയാം ഹോളിവുഡ് എന്താണെന്ന് അല്ലെ, ഇംഗ്ലീഷ് സിനിമ അല്ലെ, സെന്ററാണത്. ഐ റിമെമ്പർ ഫിലിംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. എന്റെ കുട്ടിക്കാലത്തെ കുറച്ച് സിനിമകൾ ഞാൻ എന്റെ ഓർമ്മയിലേക്ക് വരികയാണെന്ന് അദ്ദേഹം പറയുന്നു. ആൻഡ് there were quite a few of them. ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച്, അതിൽ അല്പം മാത്രമാണ് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത്. അവയെ കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. ദാറ്റ് ഹാഡ് ആൻ അൽസേഷ്യൻ കോൾഡ് റിൻ ടിൻ ടിൻ. അതിലൊരു അൽസേഷ്യൻ നായ, ഒരു ഇനം ഡോഗ് ബ്രീഡ് ആട്ടോ. ഡോഗിന്റെ ഒരു ഇനമാണ് അൽസേഷ്യൻ, നമുക്കറിയാം അതല്ലേ. ആ നായയുടെ പേര് റിൻ ടിൻ ടിൻ എന്ന് പേരുള്ള ഒരു നായയെ ഉപയോഗിച്ചുകൊണ്ടുള്ള സിനിമ ഞാൻ ചെറുപ്പത്തിൽ കാണാനിടയായി അദ്ദേഹം പറയുകയാണ്. എന്താ പ്രത്യേകത? ദിസ് ഡോഗ്സ് ആക്ടിംഗ് വാസ് മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻസ്. ദിസ് ഡോഗ്സ്, ഈ നായിയുടെ ആക്ടിംഗ്, അഭിനയം, വാസ് മോർ ഇംപ്രസീവ് മീൻസ് അട്രാക്റ്റീവ്, കൂടുതൽ ആകർഷകമായിരുന്നു. ആരേക്കാൾ? ദാൻ ഹ്യൂമൻസ്, മനുഷ്യരെക്കാൾ. അതായത് ഒരു മനുഷ്യൻ ഇതുപോലെ ആക്ട് ചെയ്യില്ല, അതിനേക്കാൾ ഒരു പടി കൂടി മികച്ച രീതിയിലാണ് ആ ഡോഗ്, അൽസേഷ്യൻ ഡോഗ് സംവിധാനം ആക്ട് ചെയ്തത്. ഇനി these dogs. Later we got to see 3 or 4 other films with a collie called Lassie. Later, പിന്നീട്, അടുത്ത അനുഭവം അദ്ദേഹം പറയാണ് കേട്ടോ. പിന്നീട് we got to see, ഞങ്ങൾ കാണാൻ ഇടയായി. ഞങ്ങൾ ഉദ്ദേശിച്ചത് സത്യജിത് റായും അദ്ദേഹത്തിന്റെ കുറച്ച് അടിയറ പ്രവർത്തകരും ഒക്കെയാണ് കേട്ടോ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള കൊളീഗ്സ്.
seemed that എന്താ കണ്ടത്? സോറി, 3 or 4 other films, 3-4 മറ്റ് സിനിമകൾ അദ്ദേഹം കാണാനിടയായി, ഈ അനിമൽസിനെ വെച്ചിട്ടുള്ളത്. അവയിൽ പ്രത്യേകത എ കോളി കോൾഡ് ലാസി. കോളി എന്ന് ഉദ്ദേശിച്ചത് അനദർ ബ്രീഡ് ഓഫ് ഡോഗ് ആണ്. ഡോഗിന്റെ മറ്റൊരു ഇനമാണ് കോളി. അൽസേഷ്യൻ പോലെ തന്നെ മറ്റൊരു ഐറ്റം ആട്ടോ, ഇനമാണ് കോളി എന്ന് പറയുന്നത്. ലാസി എന്ന് പേര് വിളിക്കുന്ന ഒരു നായ, കോളി വർഗത്തിൽപ്പെട്ട ഒരു നായയുടെ പ്രകടനവും ഞാൻ കണ്ടു. ഓക്കെ, ഈ കോളി പ്രത്യേകത എന്താണെന്നറിയോ? ലാസി പ്രത്യേകത, ഇറ്റ് സീംഡ് ദാറ്റ് ദ ഡയറക്ടർ കുഡ് മേക്ക് ലാസി ഡു ജസ്റ്റ് അബൌട്ട് എനിത്തിങ്. ഇറ്റ് സീംഡ് ദാറ്റ് കാണപ്പെട്ടിരുന്നു, ഡയറക്ടർ കുഡ് മേക്ക് ലാസി, ലാസിയെ ഡയറക്ടർ ആക്കി തീർക്കുമായി കഴിഞ്ഞിരുന്നു. ഡു ജസ്റ്റ് അബൌട്ട് എനിത്തിങ്, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പ്രാപ്തരായ രീതിയിൽ ആക്കി തീർക്കാനുള്ള കഴിവ് ആ നായക്ക് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ നായ അസാധ്യമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. എന്ത് ഡയറക്ടർ എന്ത് പറയുന്നോ അത് അതേപടി അനുകരിക്കാൻ കഴിവുള്ള നായാണെന്ന് അർത്ഥം. അതുപോലെ അഭിനയിച്ചു കാണിക്കുമെന്ന്. ഓക്കെ, നമ്മുടെ മലയാള ഫിലിമിൽ ഒരുപാട് നായ്ക്കളെ വെച്ചിട്ട്, ഡോഗ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നില്ലേ? ഇല്ലേ, സിനിമകളുണ്ട് അല്ലെ. ദീസ് ട്രെയിൻഡ് ഡോഗ്സ് വർ ഫേമസ് സ്റ്റാർസ് ഇൻ ദെയർ ഓൺ റൈറ്റ്സ്. ഇത്തരം ഈ ട്രെയിൻഡ് ഡോഗ്സ് ഒക്കെ, പരിശീലനം കിട്ടിയ നായ്കളൊക്കെ were famous stars. ശരിക്കും പറഞ്ഞ ഹോളിവുഡിൽ ഫേമസ് സ്റ്റാർസ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ഫേമസ് സ്റ്റാർസിനെ പോലെ പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ പ്രശസ്തരായ എന്താ പറയാ അഭിനേതാക്കളെ പോലെ അവർ സ്റ്റാർസ് ആണ്. ഇൻ ദെയർ ഓൺ റൈറ്റ്സ് ഉദ്ദേശിച്ചത് ഓൺ ഇഫേർട്ട്, സ്വന്തം ശ്രമം കൊണ്ട് തന്നെ അവര് ട്രെയിനിങ് കിട്ടി, അവർ സ്വന്തമായിട്ട് നിർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ and the money they earned was no less than what a real film star got. And the money, ക്യാഷ് കിട്ടും അവർക്ക് അല്ലെ. they earned, അവർ സമ്പാദിക്കുന്നത്. അപ്പൊ ഈ ഡോഗ് സമ്പാദിക്കുന്ന കാശ് എങ്ങനെയുള്ളതല്ല? was no less, കുറവായിരുന്നില്ല than what a real film star got. ഒരു യഥാർത്ഥ ഫിലിം സ്റ്റാറിന് എത്ര തുക എമൗണ്ട് പ്രതിഫലമായി ലഭിക്കുമോ ഒരു സിനിമ കഴിഞ്ഞാൽ അതിനേക്കാൾ കുറവൊന്നും ആയിരുന്നില്ല. എന്ന് വെച്ചാൽ അതിനോട് അത്ര തുല്യമായിട്ടുള്ള തുക തന്നെ ആർക്കും കിട്ടുമായിരുന്നു. ഈ ട്രെയിൻഡ് ഡോഗ്സ് ആയിട്ടുള്ള അഭിനയിക്കുന്ന ഈ അനിമൽസിന് കിട്ടുമായിരുന്നു എന്ന് അർത്ഥം. ആർക്കാ കിട്ടുക? നായ്ക്കൾക്കാണോ കിട്ടുക? നായ്ക്കൾക്ക് എന്തിനാ കാശ്? Their owners could easily make as much as 100,000 rupees from just one film. Their owners, ഈ ട്രെയിൻഡ് ഡോഗ്സിന്റെ ഓണേഴ്സ് ഉണ്ടാവും അല്ലെ, അവരുടെ ഉടമസ്ഥർ, അതായത് ട്രെയിൻഡ് ഡോഗ്സിന്റെ ഉടമസ്ഥർക്ക് കുഡ് ഈസിലി, എളുപ്പത്തിൽ കഴിഞ്ഞിരുന്നു, മേക്ക് ആസ് മച്ച് ആസ് 100,000 rupees. 100,000 ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം 100,000 ആണ്. പക്ഷെ ഇവിടെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? 1 lakh ആണ് അല്ലെ. സാധാരണ 1 lakh എന്ന് പറയാണ്. 1 lakh rupee കിട്ടുമെന്ന്. ജസ്റ്റ് വൺ ഫിലിം, വെറും ഒരു ഫിലിമിന് തന്നെ 1,00,000 രൂപയോളം കിട്ടുമായിരുന്നു എന്ന്. ഓക്കെ, ഓണേഴ്സിനെ കിട്ടുക കേട്ടോ. പക്ഷേ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് സത്യത്രായി. എന്താണത്? ഐ റിയലൈസ്ഡ് ഹൗ റെവറന്റ്ലി ദീസ് അനിമൽ ആക്ടേഴ്സ് വർ ട്രീറ്റഡ് വെൻ ഐ ഹാപ്പൻ ടു സീ ദ ഷൂട്ടിംഗ് ഓഫ് എ ഫിലിം 20 years ago in Disney Studio in Hollywood. ഐ റിയലൈസ്ഡ്, ഞാൻ തിരിച്ചറിഞ്ഞു. ഹൗ റെവറന്റ്ലി മീൻസ് റെസ്പെക്ട്ഫുള്ളി. എത്ര ബഹുമാനാർത്ഥമാണ്, എത്ര ബഹുമാനത്തോടെ അല്ലെങ്കിൽ എത്ര ആദരവോട് കൂടിയാണ് ഈ അനിമൽ ആക്ടേഴ്സിനെയൊക്കെ, ഈ മൃഗങ്ങളെ അഭിനയിക്കുന്ന എല്ലാവരെയും ട്രീറ്റഡ്, അവർ കണക്കാക്കുന്നത്, കൈകാര്യം ചെയ്യുന്നത്. അത് എപ്പോ കണ്ടു? വെൻ ഐ ഹാപ്പൻ ടു സീ, ഞാൻ കാണാൻ ഇടയായി. എപ്പോ? ഷൂട്ടിംഗ് ഓഫ് എ ഫിലിം 20 years ago in ഡിസ്നി. ഹോളിവുഡിലെ ഏറ്റവും പ്രശസ്തമായ, ലോക പ്രശസ്തമായ സ്റ്റുഡിയോ ആണ് വോൾട്ട് ഡിസ്നി സ്റ്റുഡിയോ അല്ലെ, കാലിഫോർണിയയിലുള്ളത്. അപ്പോ ആ സ്റ്റുഡിയോയിൽ വെച്ച് ഞാൻ മറ്റൊരു കാഴ്ചയും കൂടി കാണാനിടയായി. അവര് ഉപയോഗിക്കുന്ന രീതി, എത്ര ആദരവോട് കൂടി തന്നെയാണ് ഈ അനിമൽ ആക്ടേഴ്സിനെയും അവർ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് കാണാനിടയായി എന്ന്. അതിനെ കുറിച്ച് പറയാട്ടോ, ഇതിന്റെ സംഭവത്തെ കുറിച്ച് പറയാണേ. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. ദ മെയിൻ ക്യാരക്ടർ, ആ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ആരായിരുന്നു? ഒരു ലാർജ് ഡോഗ്, വലിയ നായായിരുന്നു. ലാർജ് പറഞ്ഞ ബിഗ്, വലിയ നായായിരുന്നു. ഐ റീച്ച്ഡ് ദ സ്റ്റുഡിയോ, ഞാൻ സ്റ്റുഡിയോയിൽ എത്തി. റീച്ച്ഡ്, എത്തിയപ്പോ ടു ഫൈൻഡ് ദാറ്റ്, കണ്ടെത്തി. ദ ഷൂട്ടിംഗ് ഹാഡ് നോട്ട് എറ്റ് സ്റ്റാർട്ടഡ്. അപ്പോ ഞാൻ സ്റ്റുഡിയോയിൽ എത്തിയപ്പോ ഷൂട്ടിംഗ് ഹാഡ് നോട്ട് എറ്റ് സ്റ്റാർട്ടഡ്, അതുവരെ ഷൂട്ടിംഗ് തുടങ്ങിയിരുന്നില്ല. അതായത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ എത്തിയതെന്ന് അർത്ഥം. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സത്യജിത് റായ് ഡിസ്നി സ്റ്റുഡിയോയിൽ എത്തി. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കണ്ടു? ദ ക്യാമറാമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ്സ് റെഡി.
ക്യാമറാമാൻ വാസ് ഗെറ്റിംഗ് ലൈറ്റ്സ് റെഡി. ലൈറ്റ്സ് ഒക്കെ വെളിച്ചം കറക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് എല്ലാം തയ്യാറാക്കി നിർത്തിയിരിക്കുകയായിരുന്നു ക്യാമറാമാൻ. പിന്നെ അവിടുത്തെ ശീലം എന്താ നോക്കിക്കേ. ഇറ്റ് ഈസ് കസ്റ്റമറി ഫോർ ആക്ടേഴ്സ് ടു ബി പ്രസന്റ് വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ് ഫോർ ദേ ഹൗ ടു ഷോ ദ ക്യാമറാമാൻ ഹൗ ദേ വിൽ വാക്ക് ഓർ വേർ ദേ വിൽ സ്റ്റാൻഡ് ഇൻ എ പെർട്ടിക്കുലർ ഷോട്ട്. അതുപോലെ ഇറ്റ് ഈസ് കസ്റ്റമറി, കസ്റ്റമർ ഉദ്ദേശിക്കുന്നത് ഒരു ഹാബിച്വൽ ആട്ടോ, പതിവ് രീതിയായിരുന്നു എന്ന്. എന്ത്? ഫോർ ആക്ടേഴ്സ്, അഭിനേതാക്കൾക്ക് ഒരു പതിവ് രീതി ഉണ്ടായിരുന്നു. അഭിനേതാക്കൾ എന്ത് ചെയ്യണമായിരുന്നു? ടു ബി പ്രസന്റ്, ആ സ്റ്റുഡിയോയിൽ ഹാജരാകണമായിരുന്നു. എപ്പോ ഹാജരാകണമായിരുന്നു? വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ്. ക്യാമറാമാൻമാര് ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആരെത്തണം? നമ്മുടെ ആക്ടേഴ്സ് എത്തണമായിരുന്നു. ഫോർ എന്ന് വെച്ചാൽ കാരണം എന്നർത്ഥമുള്ളൂ. ദേ ഹാവ് ടു ഷോ, കാരണം പറയാണ് എന്തിനാണ് ആക്ടേഴ്സ് നേരത്തെ എത്തുന്നത്? ദേ ഹാവ് ടു ഷോ, അവര് കാണിക്കണം. എന്ത് കാണിക്കണം? ദ ക്യാമറാമാൻ, ക്യാമറാമാനെ കാണിക്കണം. എന്ത് കാണിക്കണം? ഹൗ ദേ വിൽ വാക്ക്, എങ്ങനെയാണ് അവര് നടക്കുന്നത്. ഓർ വേർ ദേ വിൽ സ്റ്റാൻഡ്, എവിടെയാണ് അവര് നിൽക്കുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ഷോട്ടിൽ, ഒരു പ്രത്യേക ഷോട്ട് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ എവിടെ നിൽക്കും, ഞങ്ങൾ എവിടെ ഇതിലൂടെ നടക്കും എന്നുള്ള കണക്കാക്കാൻ വേണ്ടിയിട്ടായിട്ട്, മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ക്യാമറമാൻ ബോധ്യപ്പെടുത്തണം. അപ്പൊ ക്യാമറമാൻ ലൈറ്റോടെ കൊണ്ട് വെക്കണ്ടേ. അപ്പൊ അതിനായിട്ട് സെറ്റിലേക്ക് നേരത്തെ എത്തണം ആക്ടേഴ്സ്. അതൊരു രീതിയായിരുന്നു. ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ് ദിസ് ജോബ് ഈസ് ഡൺ ബൈ ദ സ്റ്റാൻഡിങ്സ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ്, വളരെ പ്രശസ്തരായ സിനിമാ താരങ്ങളുടെ സംഭവത്തിൽ, അവരുടെ അവരുടെ സാഹചര്യത്തിൽ ദിസ് ജോബ് ഈസ് ഡൺ ബൈ, ഈ ജോലി ചെയ്യുന്നത് ദയർ സ്റ്റാൻഡിങ്സ്. സ്റ്റാൻഡ് ഉദ്ദേശിച്ചത് സബ്സ്റ്റിറ്റ്യൂട്ട് ആട്ടോ, അതായത് ഡ്യൂപ്പ്, അവരുടെ പകരക്കാരായിരിക്കും ചെയ്യുക. ഡ്യൂപ്പ് ഉണ്ടാവും, എല്ലാ മെയിൻ ഹീറോക്കൊക്കെ ഡ്യൂപ്പ് ഉണ്ടായിരിക്കും. ആ ഡ്യൂപ്പാണ് ചെയ്യുക. ഈ ഡ്യൂപ്പ് എങ്ങനെയുള്ള ആളാ? എ സ്റ്റാൻഡിൻ ഈസ് യൂഷ്വലി എ പേഴ്സൺ. സ്റ്റാൻഡിൻ എന്ന് പറഞ്ഞ, ഡ്യൂപ്പ് എന്ന് പറഞ്ഞ സാധാരണയായി ഇസ് എ പേഴ്സൺ, ഒരു വ്യക്തിയാണ്. എന്താ പ്രത്യേകത ഉണ്ടായിരിക്കേണ്ടത്? ഹു ഇസ് ഫിസിക്കലി സിമിലർ, ശാരീരികമായി സാമ്യമുള്ളത് ആയിരിക്കണം. ആരോട്? ടു ദ റിയൽ സ്റ്റാർ, യഥാർത്ഥ നായകനോട്. യഥാർത്ഥ നായകന്റെ അതേ ഹൈറ്റും വെയിറ്റും ഒക്കെയുള്ള, ഒത്തവണ്ണം ഒക്കെ ഉള്ള ഒരാളായിരിക്കണമെന്ന്, അതായത് സിമിലാരിറ്റി വേണമെന്നാ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഡ്യൂപ്പിനെ എടുക്കാൻ പറ്റുള്ളൂ. ഡ്യൂപ്പിനെ വെച്ച് ചെയ്യാം. പല സിനിമയിലും കാണുന്നത് ഡ്യൂപ്പാട്ടോ ചെയ്യുന്നതൊക്കെ. The stars themselves arrive only when the lights are ready and it is time to take a shot. ഈ ഫേമസ് സ്റ്റാർസ് ഒക്കെ അറൈവ്, എത്തുന്നത് എപ്പോഴാണെന്നറിയോ? ഓൺലി വെൻ ദ ലൈറ്റ്സ് ആർ റെഡി. ലൈറ്റ്സ് റെഡി ആവുമ്പോ അവർ അഭിനയിക്കാൻ വേണ്ടി മാത്രമേ വരൂ. അവര് മറ്റ് ആക്ടേഴ്സിനെ പോലെ വന്ന് നിക്കത്തൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഡ്യൂപ്പിൽ വെച്ച് ചെയ്യുമായിരിക്കും ആ സമയത്ത് ചെയ്യാം. ഈ റിയൽ സ്റ്റാർസ്, ഫേമസ് സ്റ്റാർസ് ഒക്കെ ആ ലൈറ്റ്സ് ഒക്കെ റെഡി ആയ സമയത്തേ വരുവുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് എ ഷോട്ട്. എന്നിട്ട് ആ ഷോട്ട് എടുക്കുന്ന ടൈമിൽ മാത്രമാണ് അവിടെ പ്രത്യക്ഷപ്പെടുക. മനസ്സിലായോ? ഓക്കെ, ഇനി എന്താ അടുത്ത കാഴ്ച? ഹിയർ ഇൻ ഡിസ്നി സ്റ്റുഡിയോ, ഈ ഡിസ്നി സ്റ്റുഡിയോയിൽ ഐ നോട്ടീസ് ദാറ്റ് എ ഫ്യൂ ആക്ടേഴ്സ് വർ മൂവിംഗ് അബൌട്ട് ഇൻ ദ സെറ്റ്. ഇദ്ദേഹം പോയ സമയത്ത് ഐ നോട്ടീസ്ഡ്, ഞാൻ ശ്രദ്ധിച്ചു, ഫ്യൂ ആക്ടേഴ്സ്, കുറച്ച് നടന്മാര് വർ മൂവിംഗ് എബൌട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ചലിക്കുക, മൂവിംഗ്, ഇവിടെ നടക്കാന്ന് ഉദ്ദേശിക്കും കേട്ടോ. സെറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് വൺ സൈഡ്, ആ സെറ്റിന്റെ ഒരു വശത്ത്, ഓക്കെ, സ്റ്റാൻഡിങ് ക്വയറ്റ്ലി, നിൽക്കുന്നുണ്ട്. അത് ക്വയറ്റ്ലി പറഞ്ഞ സൈലന്റ്ലി, നിശബ്ദമായിട്ട് ആര് നിൽക്കുന്നുണ്ട്? വാസ് ദ പ്രൊട്ടഗോണിസ്റ്റ്. ആ സിനിമയുടെ പ്രൊട്ടഗോണിസ്റ്റ് പറഞ്ഞ റിയൽ ഹീറോ, പ്രധാന മെയിൻ ക്യാരക്ടർ ആട്ടോ ഉദ്ദേശിക്കണേ. ആ സിനിമയിലെ പ്രധാന കഥാപാത്രം ഒരു മൂലയ്ക്ക് നിപ്പുണ്ട്, ഒരു സൈഡില്. ആരാണെന്ന് അറിയണ്ടേ പ്രധാന കഥാപാത്രം? ദ സെയിം ലാർജ് ഡോഗ്. നേരത്തെ പറഞ്ഞു ഓർക്കുന്നില്ലേ? ആ വലിയ നായായിരുന്നു അവിടെ നിന്നിരുന്നത്. ദ ക്യാമറാമാൻ ഷൗട്ടഡ് ടു എവരിവൺ. ക്യാമറാമാൻ ആണെങ്കിൽ ഷൗട്ടഡ്, ഇവിടെ അലറി വിളിക്കുന്ന അർത്ഥമല്ല, എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞു എന്നർത്ഥം കേട്ടോ. ക്യാമറാമാൻ ഉച്ചത്തിൽ അങ്ങ് എല്ലാവരോടുമായി പറഞ്ഞു. എന്ത് പറഞ്ഞു? ടു ടേക്ക് ദെയർ പൊസിഷൻസ്. എല്ലാവരും അവരുടെ പൊസിഷനിൽ പോയി നിൽക്കുക. അതായത് എവിടെയാണോ നിന്ന് എടുക്കേണ്ടത്, ഷൂട്ട് ചെയ്യേണ്ട സ്ഥലം എവിടെയാണോ അവിടെ ആ പൊസിഷനിൽ പോയി നിൽക്കാൻ പറഞ്ഞു. പക്ഷേ ദ ഡോഗ്, ആ സെയിം ലാർജ് ഡോഗ് ഇല്ലേ, ആ ഡോഗ് റിമൈൻഡ്, നിലനിന്നു. അവിടുന്ന് അനങ്ങിയില്ല എന്നർത്ഥം. എവിടെ നിന്ന്? വേർ ഇറ്റ് വാസ്,
എവിടെയായിരുന്നു അത് നിന്നിരുന്നത്? ആ ഒരു മൂലയ്ക്ക് തന്നെ നിപ്പുണ്ട്. അത് അവിടുന്ന് അനങ്ങിയില്ല. ഇത് കണ്ടപ്പോ ദിസ് പസൽഡ് മീ. ദിസ് ഈ കാഴ്ച പസൽഡ് മീൻസ് കൺഫ്യൂസ്ഡ് അറ്റ് മൈ മൈൻഡ്. എന്റെ മനസ്സിൽ ആശയക്കുഴപ്പം ചിന്തിച്ചു. ഒരു എന്താ പറയാ ചോദ്യം ഉദിപ്പിച്ചു. എന്തായിരുന്നു അത്? Could it be that it was not required in the next shot? Could it be that it was not? ഈ മൃഗത്തിന്, ഈ അനിമലിന്, അതായത് ഈ ഡോഗിന് ഇല്ലേ? റിക്വയർഡ് പറഞ്ഞാൽ നീഡാട്ടോ, ആവശ്യമില്ലേ? ഈ അനിമലിനെ ആവശ്യമില്ലേ? ഈ പട്ടി ആവശ്യമില്ലേ? നെക്സ്റ്റ് ഷോട്ടിലേക്ക് തൊട്ടടുത്ത ഷോട്ട് എടുക്കാനായിട്ട് ഈ ഡോഗിന്റെ ആവശ്യമില്ല എന്നുള്ള ചോദ്യം എന്റെ മനസ്സിൽ ഉദിച്ചു. ഓക്കെ, ബിഫോർ ഐ കുഡ് ആസ്ക് സംവൺ. അങ്ങനെ ചോദ്യം ഞാൻ ആരോടെങ്കിലും ചോദിക്കുന്നതിന് ബിഫോർ മുമ്പ് തന്നെ, ഐ കുഡ് ആസ്ക് സംവൺ, ആരോടെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ, എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്, ഒരു വിചിത്രമായ കാര്യം അവിടെ സംഭവിച്ചു. സ്ട്രേഞ്ച്, വിചിത്രമായ, അസാധാരണമായ ഒരു കാര്യം സംഭവിച്ചു. എന്താണത്? ഫ്രം നൗവർ, എവിടെ നിന്നോ, അപ്പിയേർഡ്, പ്രത്യക്ഷപ്പെട്ടു. ആര്? എ ലിറ്റിൽ ഡ്വാർഫ്. ഡ്വാർഫ് മീൻസ് ഷോർട്ട് മാൻ, ഒരു കുള്ളൻ. ചെറിയ ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാരെ കണ്ടില്ലേ നിങ്ങള്? അപ്പൊ ചെറിയ പൊക്കം വെക്കാത്ത അല്ലെ? അപ്പൊ ചെറിയ ഒരാളെ, കുള്ളനെ കണ്ടു. ഫോളോഡ് ബൈ അനദർ മാൻ, മറ്റൊരാളും അയാളെ പിന്തുടരുന്നുണ്ട്. ഓക്കെ, ക്യാരി, എന്താ പറയാ, അയാളുടെ കയ്യിൽ എന്ത് വഹിക്കുക എന്നർത്ഥം കേട്ടോ. ആ മറ്റൊരാളുടെ രണ്ടുപേര് വരുന്നുണ്ട്. ആദ്യം വരുന്ന ആള് കുള്ളനാണ്. പുറകിലുള്ള ആളുടെ കയ്യിൽ എന്തുണ്ട്? ഹെയറി എന്ന് പറഞ്ഞ രോമാവൃതമായ ഡോഗ് സ്കിന്ന്, നല്ല രോമമുള്ള ഡോഗിന്റെ സ്കിന്ന് മാത്രമാണ്. അതായത് നായയുടെ തൊലി മാത്രമാണ്. അത് ആ ഒരു രൂപം മാത്രം കേട്ടോ, അത് മാത്രമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. Then to my perfect amazement, പിന്നെ എനിക്ക് ഏറ്റവും സർപ്രൈസ് ആയിട്ട്, അമേസ്മെന്റ് ഉദ്ദേശിക്കുന്ന വിസ്മയം അല്ലെങ്കിൽ സർപ്രൈസ്, അത്ഭുതവാഹം എന്ന് പറയട്ടെ, the dwarf went down on all the folds on a chalk mark on the floor. ഈ ഡോഫിലെ കുള്ളൻ, വന്ന കുള്ളൻ എന്ത് ചെയ്തു? went down, അതായത് bent down, കുനിഞ്ഞിരുന്നു എന്നർത്ഥമുള്ളൂ കേട്ടോ. തലയൊക്കെ കുനിഞ്ഞ് താഴെ കുത്തിയിരുന്നു. എങ്ങനെ? on all the folds. ഓൾ ദ ഫോഴ്സ് ഉദ്ദേശിക്കുന്നത് എന്താ? 4 കാലെന്ന് അർത്ഥമുള്ളൂ. 4 കാലിൽ അങ്ങനെ ഇരുന്നു. അതായത് 4 കാല് ഉദ്ദേശിച്ച അയാൾക്ക് 4 കാലില്ല, 2 കാലും 2 കൈയും കുത്തി. അപ്പൊ 4 കാലായില്ലേ? അങ്ങനെ കുത്തിയിരുന്നു. എവിടെ? ഓൺ എ ചോക്ക് മാർക്ക് ഓൺ ദ ഫ്ലോർ. ഫ്ലോറില്, തറയില് ചോക്ക് മാർക്ക് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്, ചോക്ക് കൊണ്ട്. ആ മാർക്കിംഗ് പൊസിഷനിൽ തന്നെ അയാൾ വന്നിരുന്നു. ജസ്റ്റ് ലൈക്ക് ആൻ ആനിമൽ. ഏതുപോലെ? ഒരു അനിമലിനെ പോലെ, ഒരു മൃഗത്തെ പോലെ അവിടെ ഇരുന്നു. ആൻഡ് ദ ഡോഗ് സ്കിൻ, എന്നിട്ട് അയാളുടെ മറ്റേ ആളുടെ കയ്യിലുള്ള, കമ്പാനിയുടെ കയ്യിലുള്ള ഡോഗ് സ്കിന്നില്ലേ, ആ തൊലി, അത് വാസ് ഡ്രാപ്ഡ് ഓവർ ഹിം. ഡ്രാപ്ഡ് മീൻസ് കവേർഡ്, അതങ്ങ് മൂടി, അതായത് അത് ഇട്ടു. ഓക്കെ, അതും ധരിച്ചു. നിങ്ങൾ ആ പിക്ചറിൽ കാണുന്നത് അയാളെയാണ്. ആ കുള്ളനെ റൈറ്റ് സൈഡിൽ കണ്ടോ? ക്യാമറയുടെ ലൈറ്റിന് തൊട്ട് താഴെ ഇരിക്കുന്നത്. അപ്പൊ 4 കാലിരിക്കുന്ന ആ കുള്ളനെ നമ്മൾ കാണുന്നു കേട്ടോ. പിന്നെ ഇയാൾ എന്ത് ചെയ്തു? ഷോട്ട് എടുക്കുവാട്ടോ. ദെൻ പിന്നെ ഹി ക്രോൾഡ്. ക്രോൾ പറഞ്ഞ ഇഴയുക. ദെൻ ഇഴഞ്ഞു പോയി. എങ്ങോട്ടഴിഞ്ഞ്? ഫ്രം വൺ മാർക്ക് ടു അനദർ, ഒരു മാർക്കിൽ നിന്ന് മറ്റൊരു മാർക്കിലേക്ക്. അതായത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, മാർക്കിംഗ് ഉണ്ടല്ലേ, ചോക്ക് മാർക്ക്. അപ്പൊ ഒരു ചോക്ക് മാർക്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അയാൾ ഇഴഞ്ഞു പോവാണ്. ഈ സമയത്ത് ദ ക്യാമറാമാൻ ഗോട്ട് ബിസി വിത്ത് ദ ലൈറ്റ്സ്. ക്യാമറാമാൻ ആണെങ്കിൽ ഇഴയുന്നതോടൊപ്പം ക്യാമറാമാനും ഇഴയല്ല ഉദ്ദേശിക്കുന്നേ, അത് മൂവ് ചെയ്യുന്നുണ്ട്. ക്യാമറാമാനും ഈ ഷോട്ട് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നുണ്ടെന്ന് അർത്ഥം കേട്ടോ. അയാളുടെ കാര്യത്തിൽ ബിസിയാണ്. ഫൈനലി, അപ്പോൾ അവസാനമാണ്, ഡോൺ അപ്പോൺ മീ ദാറ്റ് ദിസ് ഡോഗ് വാസ് പെയ്ഡ് ടു ബി ദ ഡോഗ് സ്റ്റാൻഡിങ്. ഫൈനലി, അവസാനമാണ്, ഡോൺ അപ്പോൺ. യഥാർത്ഥത്തിൽ ഡോൺ എന്ന് പറഞ്ഞാൽ അറിയാം പ്രഭാതമാണല്ലേ. അപ്പോഴാണ് എനിക്ക് നേരം വെളുത്തതെന്ന് എന്ന് പറഞ്ഞത് മനസ്സിലായി. അണ്ടർസ്റ്റുഡ്, മനസ്സിലായതെന്ന് അർത്ഥമുള്ളൂ കേട്ടോ. ഡോണ്ടിന്റെ അർത്ഥം അണ്ടർസ്റ്റുഡ്. എനിക്ക് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. എന്ത് മനസ്സിലായത്? ദിസ് ഡോഗ്, ഈ കുള്ളൻ, ആ കുള്ളനില്ലേ, അയാളായിരുന്നു paid to be the dog standing. ആ ലാർജ് ഡോഗിന്റെ, ആ ഡോഗാണല്ലോ പ്രൊട്ടഗോണിസ്റ്റ്, മെയിൻ ക്യാരക്ടർ. ആ ഡോഗിന്റെ സ്റ്റാൻഡിങ്, ദ്വീപാണ് എന്ത്? ഈ കുള്ളൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. അതായത് ഡോഗിന് വരെ, അനിമൽ ആക്ടറിന് വരെ എന്ത്? ഒരു സ്റ്റാൻഡിങ് അല്ലെ, അതായത് ഡ്യൂപ്പിടുന്നു. അപ്പോ അനിമൽസിനെ വരെ, അനിമൽ ആക്ടേഴ്സിനെയൊക്കെ അവർ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, ബഹുമാനം കാണിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ഹോളിവുഡിലാ നടക്കുള്ളൂ കേട്ടോ. ഇനി എന്താ പ്രത്യേകത അടുത്ത് നോക്കാം. 5th പാരഗ്രാഫ്.
എവറി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്. ഹോളിവുഡിലെ എല്ലാ മൃഗങ്ങളും വെൽ ട്രെയിൻഡ് ആയിരിക്കും, അതായത് വളരെ പരിശീലനം കിട്ടിയ മൃഗങ്ങളാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല എന്ത് ടു ട്രെയിൻ, പരിശീലിപ്പിക്കാൻ. ആരെ? ഒരു ഹോഴ്സിനെയോ ഒരു കുതിരയെയോ ഒരു നായയോ പരിശീലിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ബട്ട് പക്ഷേ ഹാവ് യു എവർ ഹിയർഡ് ഓഫ്, നിങ്ങൾ എന്നെങ്കിലും കേട്ടിട്ടുണ്ടോ ഓഫ് ട്രെയിൻഡ്, പരിശീലിപ്പിച്ചത് റാവൻസ്, അതായത് ക്രോസ്, കാക്കകളെ ഉദ്ദേശിക്കുന്നത്. കാക്കകളെ പരിശീലിപ്പിച്ചതായിട്ട് നിങ്ങൾ എന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? നോട്ട് ജസ്റ്റ് വൺ ഓർ ടു, അത് ഒന്നോ രണ്ടോ ഒന്നുമല്ല, ഒന്നോ രണ്ടോ കാക്കകളെ അല്ല അവിടെ പരിശീലിപ്പിച്ചിരിക്കുന്നത്. ബട്ട് നിയർലി, ഏകദേശം അർത്ഥമുള്ളൂ, ഓഫ് എബൌട്ട് എന്നർത്ഥം. 100 ഓഫ് ദം, 100 കണക്കിന് നട്ട ഒരു 100ഓളം കാക്കകളെ പരിശീലിപ്പിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? Even this was made possible in Hollywood. Even this was made possible. ഇത് പോലും made possible, സാധ്യമാക്കി. എവിടെ? in Hollywood. ഹോളിവുഡിൽ ഇതല്ല ഇതിലപ്പുറവും സാധ്യമാക്കും, അല്ലെ? എല്ലാം ചെയ്യും. When the creator of some of the best suspense films in the history of cinema. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ പേര്, ആൽഫ്രഡ് ഹിച്ച്കോക്ക്. When the creator, നിർമ്മാതാവ്, സൃഷ്ടാവ്, എന്തിന്റെ? സം ഓഫ് ദ ബെസ്റ്റ് സസ്പെൻസ് മൂവീസ് ഇൻ ഹോളിവുഡ്. ഹോളിവുഡിൽ തന്നെ ഏറ്റവും സസ്പെൻസ് ആയ മൂവീസ് നിർമ്മിക്കുന്ന ഒരു സംവിധായകനാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക്. ഓക്കെ, ആ വ്യക്തി, ആ സംവിധായകൻ ഡിസൈഡഡ്, തീരുമാനിച്ചപ്പോ എന്ത്? ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ്. ബേർഡ്സ് എന്ന് പേര് വിളിക്കുന്ന ഒരു സിനിമ നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഓക്കെ, ആ സിനിമയിൽ എന്താ പ്രത്യേകത? ഒരു രംഗം നമുക്കിപ്പോ കാണാം. ഇൻ ദ സ്റ്റോറി, ഈ കഥയിൽ ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്, ലോകമെമ്പാടുമുള്ള പക്ഷികൾ എന്ന് വെച്ചാൽ ലോകത്തെപ്പാടെയുള്ള പക്ഷികളെല്ലാം കൂടെ സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻസ്. അറ്റാക്കിംഗ്, ആക്രമിക്കാൻ തുടങ്ങുന്നു. ആരെ? ഹ്യൂമൻസ്, മനുഷ്യരെ ആക്രമിക്കുന്ന ഒരു കൂട്ടം കാക്കകളെ, ബേർഡ്സിനെ ആലോചിച്ച് നോക്കിക്കേ. അതിനുവേണ്ടി ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് വേർഡ്സ്. ആ ഹിച്ച്കോക്ക് എന്ന നമ്മുടെ ഡയറക്ടർക്ക് നീഡഡ്, ആവശ്യമായി വന്നു, വെറൈറ്റി ഓഫ് ബേർഡ്സ്, പലതരത്തിലുള്ള പക്ഷികളെ അവർക്ക് ആവശ്യമായി വന്നു. ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റേവൻസ്. പക്ഷേ വാട്ട് വാസ് റിക്വയർഡ്, ആവശ്യമായിരുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റേവൻസ്, കാക്കകളെ ആയിരുന്നു ഏറ്റവും അധികം വേണ്ടിയിരുന്നത്. ലാർജസ്റ്റ്, വലിയ അളവിൽ വേണ്ടിയിരുന്നത്, ഗ്രേറ്റ് എമൗണ്ട് ഓഫ് എന്നർത്ഥം കേട്ടോ. അതായത് ഒരുപാട് വേണ്ടിയിരുന്നത് റേവൻസിനെ ആയിരുന്നു, കാക്കകളെ വേണമായിരുന്നു എന്നർത്ഥം. നോട്ടീസസ് വർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ഓൾ ഓവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയിൽ ഉടനീളം പ്രസ്സിലൊക്കെ, മാധ്യമങ്ങളിലൊക്കെ തന്നെ നോട്ടീസസ്, അതായത് പരസ്യങ്ങൾ പബ്ലിഷ് ചെയ്തു, പ്ലേസസ് സ്ഥാപിച്ചു. ഓക്കെ, പരസ്യം കൊടുത്തു. അതായത് പരസ്യത്തിലൂടെ എന്താ പറയാ, ആൾക്കാരിൽ നിന്ന് അറിയുമെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടാനായിട്ട് പരസ്യം കൊടുക്കത്തില്ലേ? പരസ്യം കൊടുത്തു. എന്താ കൊടുത്തേ? ആസ്കിംഗ് പീപ്പിൾ, ആളുകളോട് ആവശ്യപ്പെട്ടിരുന്നു ആ പരസ്യത്തില് ടു കോണ്ടാക്ട് ദ ഫിലിം മേക്കർ, ഫിലിം മേക്കറെ കോണ്ടാക്ട് ചെയ്യാൻ. എന്തുണ്ടെങ്കിൽ? ഇഫ് ദേ ന്യൂ, അവർക്ക് അറിയാമെങ്കിൽ, ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റേവൻസ്, എവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രെയിൻഡ് റേവൻസിനെ, പരിശീലനം കിട്ടിയ കാക്കകളെ എവിടെ നിന്ന് എങ്ങനെ ലഭിക്കുമെന്നുള്ള അറിവ് കൊടുക്കാനായിട്ട് ആളുകളോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസ് എല്ലായിടത്തും USA മൊത്തം പ്രചരിപ്പിച്ചു. ഓക്കെ, അങ്ങനെ someone replied within a few days. ഒരാൾ മാത്രം റിപ്ലൈഡ്, മറുപടി കൊടുത്തു. എത്ര ദിവസം കൊണ്ടാ? വിത്തിൻ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എന്നർത്ഥം. വിത്തിൻ ഫ്യൂ ഡേയ്സ്. ഓക്കെ, he was asked to bring his birds. He was asked, അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, to bring, കൊണ്ടുവരാൻ പറഞ്ഞു. തന്റെ ആ ബേർഡ്സിനെ കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. അയാൾ വന്നോ? He arrived, അദ്ദേഹം എത്തിച്ചേർന്നു. എത്ര? With almost 100 trained ravens. പരിശീലനം കൊടുത്ത അല്ലെങ്കിൽ പരിശീലനം കിട്ടിയ 100 കണക്കിന്, എത്ര? 100ഓളം ട്രെയിൻഡ് റേവൻസിനെ, പരിശീലനം കിട്ടിയ കാക്കകളെ തന്നെ അദ്ദേഹം കൊണ്ടുവന്നു കേട്ടോ.
അഡ്മിറ്റഡ്ലി their training had not gone very bad. അഡ്മിറ്റഡ് പറഞ്ഞ വെരി ട്രൂലി, സത്യത്തിൽ തുറന്നു പറയട്ടെ എന്നർത്ഥട്ടോ. സത്യം പറഞ്ഞ തുറന്നു പറഞ്ഞ their training അവരുടെ പരിശീലനം had not gone very bad മോശമായിരുന്നില്ല. അതായത് എന്ത് മനസ്സിലാക്ക, they had got good training അല്ലെ, അവർക്ക് നല്ല പരിശീലനം കിട്ടിയിരുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ കാക്കകളെ തന്നെയാണ് അയാൾ കൊണ്ടുവന്നത് കേട്ടോ. That is to say they could not do anything that might be seen as extraordinary. That is to say പറഞ്ഞ to say more clearly എന്നർത്ഥം. വളരെ വ്യക്തമായി പറഞ്ഞാൽ they could not അവർക്ക് കഴിഞ്ഞില്ല. ആർക്ക്? ഈ കൊണ്ടുവന്ന കാക്കകൾക്ക് എന്തിന് കഴിയില്ല? do anything എന്തെങ്കിലും that might be seen as extraordinary അസാധാരണമായത്. extraordinary കേട്ടോ. അസാധാരണമായ കാര്യങ്ങളെ കുറിച്ച്, അസംഭവമായ കാര്യങ്ങളെ കുറിച്ച് നടക്കാണെന്ന് അവർക്ക് അറിയില്ല. അവരെ പരിശീലിച്ച കാര്യങ്ങളുണ്ട്, ട്രെയിൻ ചെയ്ത കാര്യങ്ങളുണ്ട്, അതവർക്ക് ചെയ്യാൻ പറ്റും. അതിൽ അപ്പുറത്തുള്ള ചേർക്ക് അറിയില്ല. പക്ഷേ but if as many as 50 ravens are told to be perched quietly in a row on a specified spot, ഒരു കാര്യം അവർ ചെയ്തു. എന്താ അത്? if as many as 50 ravens, സങ്കല്പിക്കുക ഒരു 50 റേവൻസിനോട്, അതായത് ഒരു 50 കാക്കകളോട് are told to be പറയാന്ന് വിചാരിക്കേ. perch means to be seated, ഇരിക്കാൻ പറഞ്ഞെന്ന് വിചാരിക്കേ. ഇരിക്കുക എന്നിട്ട് അർത്ഥം perch. എങ്ങനെ ഇരിക്കുക? ക്വയറ്റ്ലി, നിശബ്ദമായി, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. എങ്ങനെ ഇരിക്കണം? ഇൻ എ റോ, വരിയായി ഇരിക്കാൻ പറഞ്ഞു. എവിടെ? ഓൺ എ സ്പെസിഫൈഡ് സ്പോട്ട്, ഒരു പ്രത്യേകമായിട്ട് അതിനു വേണ്ടി വ്യക്തമാക്കി നിർത്തിയ ഒരു സ്പോട്ട് ഉണ്ട്, ഒരു പ്ലേസ്, സ്ഥലം. അവിടെ തന്നെ വരി വരിയായി ഇരിക്കാൻ ഒരു 50 എണ്ണത്തോട് പറഞ്ഞു കഴിഞ്ഞാ, and if they obey this command, if they obey പറഞ്ഞ അനുസരിക്കുക, അങ്ങനെ അവര് ഈ കമാൻഡ് അനുസരിക്കുകയാണെങ്കിൽ, ഇൻസ്റ്റന്റ്ലി, എങ്ങനെ അനുസരിക്കുക? ഇൻസ്റ്റന്റ്ലി മീൻസ് ക്വിക്ലി, ഉടനടി, പെട്ടെന്ന് തന്നെ അവർ അനുസരിക്കുകയാണെങ്കിൽ, isn't that pretty impressive? അത് തികച്ചും അട്രാക്റ്റീവ് അല്ലേ, ഇംപ്രസീവ് അല്ലേ, ആകർഷകമല്ലേ? ഓക്കെ, അതായത് അവർക്ക് അസാധാരണമായ കാര്യമൊന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഈ സ്പോട്ടിൽ വന്ന് ഇങ്ങനെ വരെ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് ഇരിക്കുന്നുണ്ട്, അത് അട്രാക്റ്റീവ് അല്ലേ? അതാണ് ഈ എന്താ പറയാ ഹിച്ച്കോക്ക് എന്ന നമ്മുടെ ആര് നടത്തിയത്, ഡയറക്ടർ നടത്തിയ ബേർഡ്സ് എന്ന ഫിലിമിലെ ഒരു രംഗം കേട്ടോ. നോക്കാം. Needless to say, in our own country, it is not at all easy to find trained animals. ഇനി നമ്മുടെ രാജ്യത്തിലേക്ക് വരിക കേട്ടോ. Needless to say പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, പറയേണ്ട കാര്യമില്ല. In our own country, നമ്മുടെ സ്വന്തം രാജ്യത്ത്, it is not at all easy, അത്ര എളുപ്പമല്ല. To find കണ്ടെത്തുക, trained animalsനെ, പരിശീലനം കിട്ടിയ മൃഗങ്ങളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം നമ്മുടെ രാജ്യത്ത്. Although some films have been made in Bombay and Madras that involved working with elephants, horses and tigers. Although എങ്കിലും ചില സിനിമകളിലൊക്കെ, അതായത് ബോംബെയിലും മദ്രാസിലും നടത്തിയിട്ടുള്ള എടുത്തിട്ടുള്ള ചില സിനിമകളിലൊക്കെ ഇൻവോൾവ്ഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത്? എലിഫന്റ്സും ആനകളെയും കുതിരകളെയും ടൈഗറിനെയൊക്കെ വെച്ചിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമ നടത്തിയിട്ടുണ്ട് ബോംബെയിലും മദ്രാസിലും ഒക്കെ. പക്ഷെ അങ്ങനെയാണെങ്കിലും ട്രെയിൻഡ് ഡോഗ്സ് അനിമൽസിനെ കിട്ടുക അത്ര എളുപ്പമല്ല. Their performance did suggest that they were used to obeying commands. Their performance, അവരുടെ പെർഫോമൻസ് ഒക്കെ, അവരുടെ പ്രകടനങ്ങളൊക്കെ did suggest, സൂചിപ്പിച്ചു, they were used to obeying commands. അവര് പതിവായി എന്തുള്ളവരാണ്? കമാൻഡ്, ആജ്ഞകളൊക്കെ ഒബേ ചെയ്യാൻ, അനുസരിക്കാൻ പ്രാപ്തരായ മൃഗങ്ങളാണെന്നുള്ള കാര്യം അവർ തെളിയിച്ചു, സൂചിപ്പിച്ചിരുന്നു. ഓക്കെ, അങ്ങനത്തെ അത്രയും ഇതില്. ഇൻ ബംഗാളിൽ ഇറ്റ് ഈസ് സംടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലവർ ഡോഗ്സ്. ചില സമയത്ത് നല്ല ക്ലവർ ഡോഗ്സിനെ കിട്ടും, നല്ല ബുദ്ധിശക്തിയുള്ള നായ്ക്കളെ ലഭ്യമാണ്. പർട്ടിക്കുലർലി, പ്രത്യേകിച്ച് എവിടെ നോക്കിയാൽ മതി? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ? പോലീസ് ഡോഗ്സ് അവ പ്രത്യേകത എന്താണ്? വിച്ച് ആർ ക്വൈറ്റ് ഇന്റലിജന്റ്. അവ തികച്ചും ബുദ്ധിശക്തിയുള്ള ജീവികളാണ്. അവരെത്ര ട്രെയിൻ ചെയ്യുന്നതാണ് കേട്ടോ അത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരി, അവരാ ട്രെയിൻ ചെയ്തതിനനുസരിച്ച്, കമാൻഡിനനുസരിച്ച് ഒബേ ചെയ്യുന്നുണ്ട്, അത് അനുസരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവര് അത് അത്രയും മാത്രം ക്ലെവർ ആണെന്നും പറയുന്നത്. ഇഫ് വൺ ഈസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യന്റ്, ഒരു വ്യക്തി നല്ല എന്താ പറയാ പേഷ്യന്റ് ആയിട്ട് ക്ഷമയോടുകൂടി തയ്യാറെടുപ്പ് നിൽക്കുകയാണ്, എന്ന് വെച്ചാൽ ക്ഷമയുള്ള വ്യക്തിയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ അത്ര നന്നായിട്ട് ക്ഷമ കാണിക്കുന്ന ഒരാളാണെങ്കിൽ,
It is not altogether impossible to get a good performance out of them as we managed to do with the Bulo in Pather Panchali. It is not altogether impossible. ഓൾട്ടുകൾ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായി നടത്താണ്. പൂർണ്ണമായും എന്തല്ല, ഇമ്പോസിബിൾ അല്ല. അതായത് നല്ല ക്ഷമയോട് കൂടി പരിശീലനം കൊടുക്കുകയാണെങ്കിൽ അസാധ്യമായ ഒരു കാര്യമല്ല. ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസ്, നല്ല മികച്ച നല്ല അവതരണം കിട്ടുന്ന, നല്ല പെർഫോമൻസ് ചെയ്യാൻ കഴിവുള്ള നായ്ക്കളെ വാർത്തെടുക്കാൻ കഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അസാധ്യമായ കാര്യമല്ല എന്നുള്ള കാര്യവും സത്യമാണ് എന്ന് അത് ഞങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ട്. എവിടെ? പത്തർ പാഞ്ചാലി. നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കൃതി ഇതാണ് അല്ലെ, സിനിമ. ആ സിനിമയിലെ ബൂലോ എന്ന് പറഞ്ഞ ഒരു നെയിം ഓഫ് ഡോഗ് ആട്ടോ. അപ്പൊ ആ ഡോഗിന്റെ പേരാണ് ബൂലോ. അപ്പൊ ബൂലോ എന്ന പേരുള്ള ഒരു നായ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ക്ഷമ വേണം, പ്രത്യേകിച്ച് മൃഗങ്ങളായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെ. അപ്പൊ അവരായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത്, അവർക്ക് പരിശീലനം കൊടുക്കുന്ന സമയത്തും നല്ല ക്ഷമ വേണം. ടു ബി പേഷ്യന്റ്, ക്ഷമയോടിരിക്കണം. അപ്പൊ അതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു അവസരം അദ്ദേഹത്തിന് വേണ്ടി വന്നു. ഇവിടെ നായെല്ലാം വേണ്ടി വന്നു കേട്ടോ. ഇനി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അടുത്തതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ഇതിന്റെ തീം എന്ന് പറയാൻ പോവാണ്. A dog might be difficult, not impossible to handle. എന്നിരുന്നാലും ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്, ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കാം നായ്ക്കൾക്ക്. നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ, അതായത് നോട്ട് ഇമ്പോസിബിൾ എന്ന് കണ്ടോ അവിടെ ഡബിൾ നെഗറ്റീവ് ഉപയോഗിക്കുന്നു. അതായത് അസാധ്യമായതല്ല, അതായത് സാധ്യമാണെന്നല്ലേ അർത്ഥം. ഇറ്റ് ഈസ് പോസിബിൾ എന്നർത്ഥം. അതായത് കൈകാര്യം ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം. ഒരു നായ വെച്ച് കൈകാര്യം ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ഒരു വ്യക്തി നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം, ഒരു സിനിമയില് ഒരു ടൈഗറിനെ വേണം വിചാരിക്കുക, ഒരു കടുവയെ തന്നെ വെച്ചിട്ട് സിനിമ എടുക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെ കരുതുക. വി ഹാവ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു. വി ഹാവ് ടു ഡീൽ എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫേസ്, ഞങ്ങൾ അതിനെ നേരിട്ടിരുന്നു. അത്തരം ഒരു പ്രശ്നം ഞങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു എന്ന്. എപ്പോ? വെൻ വി വർ ഷൂട്ടിംഗ് ഗൂപ്പി കൈൻഡ് ബാഗാബൈൻ. അദ്ദേഹം ഷൂട്ട് ചെയ്ത അടുത്ത സിനിമയാണ് ഗൂപ്പി കൈൻഡ് ബാഗാബൈൻ എന്നുള്ള ഒരു സിനിമയിൽ ഞങ്ങൾ ഇത്തരം കാര്യം ഞങ്ങൾക്ക് വേണമായിരുന്നു. ഷൂട്ടിങ്ങിന് ഒരു ടൈഗറിന് ഞങ്ങൾക്ക് അത്യാവശ്യമായി വന്നു. ഇൻ ദ ഫിലിം, ഈ സിനിമയിൽ ഗൂപ്പി ഹു ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ് വാണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ്. ഈ സിനിമയിൽ ഗൂബി എന്നുള്ള ആ ക്യാരക്ടർ ഹു ഈസ് ബാനിഷ്ഡ് പറഞ്ഞ എക്സ്പെൽഡ്, പുറത്താക്കിയതാണ്. അയാളെ രാജ്യത്തിന് കിങ് പുറത്താക്കിയതാട്ടോ. ഓക്കെ, ആ കിങ് രാജാവ് രാജ്യത്ത് നിന്ന് പുറത്താക്കിയ ഒരു ഗൂബി എന്ന് പറഞ്ഞ വ്യക്തി വാണ്ടേഴ്സ് അലഞ്ഞു തിരിയുകയാണ് കാട്ടിലൂടെ. ആ വ്യക്തി എന്ത് ചെയ്യുന്നു? മീറ്റ്സ് ബാഗ എന്ന മറ്റൊരാളെ കണ്ടുമുട്ടുന്നു. അയാളാണെങ്കിലോ ഹു ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്. നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കുക, അത് ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്ക് ആണ്. ഹു ഹാസ് ഓൾസോ ബീൻ എന്നാണ് പറയേണ്ടത്. അയാളും, അതായത് ബാഗയും ബാനിഷ്ഡ് ആയ, അതായത് അപ്രത്യക്ഷമായ, ഒന്നുകിൽ അപ്രത്യക്ഷമായത് അല്ലെങ്കിൽ പുറത്താക്കി നടത്തുള്ളൂ. ഈ ബാഗയും അങ്ങനെ സംഭവിച്ച വ്യക്തിയാണ്. രണ്ടുപേരും കാണാതായവരാണ്. ഒന്ന് പുറത്താക്കിയവരെയും രണ്ടുപേര് പുറത്താക്കിയവര്, ഈ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടുന്ന രംഗം. ഓക്കെ, ഇനി ഈ രംഗത്തിൽ ഇതിന്റെ കടുവ നോക്കാം. ദേ സീ, അവർ കാണുന്നു. ഇവരെവിടെയാ കൂട്ടിമുട്ടുന്നേ? ഫോറസ്റ്റിൽ നോക്കാം കേട്ടോ. They see a tiger. അവർ രണ്ടുപേരും ഒരു കടുവയെ കാണുന്നു. And became freeze. മരവിച്ചു പോകുന്നു. കടുവയെ കണ്ട മരവിച്ച് നിൽക്കോ? നമ്മളതിനെ മരവിക്കുന്നേ അല്ലേ? അപ്പോഴേ കടുവ പണി കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അല്ലേ? നോക്കാം. പക്ഷേ ഇവർ കണ്ടിട്ട് കടുവയെ കണ്ട ഉടനെ മരവിച്ചോടെ ഫ്രീസായി നിന്ന് പോയി. പക്ഷേ കടുവയോ? ടൈഗർ സിംപ്ലി വാക്സ്, ലളിതമായി എന്ന് പറഞ്ഞ ഒരു അനായാസം നടന്നു പോകുന്നു. എബൌട്ട് ഇൻ ദ ഫോറസ്റ്റ്. ഓക്കെ, ആ എന്താ പറയാ, കാട്ടിലൂടെ നടക്കുന്ന നമ്മുടെ കടുവ. എങ്ങനെ നടക്കുന്ന കടുവ? വിത്തൗട്ട് പേയിങ് ദം. പേയ് പറഞ്ഞാൽ കൊടുക്കാൻ അർത്ഥം. ദ സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ. സ്ലൈറ്റസ്റ്റ് പറഞ്ഞാൽ നേരിയ നടത്തുള്ളൂ. ഒരു നേരിയ ശ്രദ്ധ പോലും, ഒരു ചെറിയ ശ്രദ്ധ പോലും ഇവർക്ക് കൊടുക്കാതെ നടന്നു പോകുന്ന, ഞാൻ എന്റെ കാട്ടിക്കൂടെ നടക്കുകയാണ്, നിങ്ങൾ ആരെയാണെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്ന മട്ടിലാണ് കടുവ പോണത്. ഓക്കെ, കടുവ ഗൗനിക്കുന്നേ ഇല്ല, കണ്ട മട്ടില്ല, രക്ഷപ്പെട്ടല്ലേ. അങ്ങനത്തെ സിറ്റുവേഷൻ ആ സിനിമ സംവിധാനം ചെയ്യാനായിട്ട് ഒരു കടുവയെ വേണം. അങ്ങനെ അത് അന്വേഷിച്ച് ഇറങ്ങുകയാണ്. ഇനിയാണ് നമ്മുടെ ഈ പ്രൊജക്ട് ടൈഗർ എന്ന പാഠത്തിലേക്ക് നമ്മൾ കടക്കുന്നത് കേട്ടോ. Having thought of the scene, I simply had to shoot it. Having thought of the scene, ഈ സീനിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ട്
ചിന്തിച്ചുകൊണ്ട് ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. ഷൂട്ടിംഗ് ഞങ്ങൾ ആരംഭിച്ചു. ഓക്കെ, ബട്ട് പക്ഷേ ഒരു പ്രശ്നം, വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ? എവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഒരു കടുവയെ കണ്ടെത്താൻ കഴിയുക? എവിടെ നിന്ന് കടുവയെ കിട്ടും? അതാ പ്രശ്നം. The obvious thing to do was to look in a circus since they were likely to have trained animals. The obvious means clear. വ്യക്തമായ ഒരു കാര്യം. To do what? To look. നമുക്ക് what to look, നമ്മൾ നോക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ ആദ്യം പോയി വ്യക്തമായി അന്വേഷിക്കേണ്ട ഒറ്റ സ്ഥലമേ ഉള്ളൂ, ഒരു സർക്കസ് കൂടാരമാണ്. അവിടെ പോയി അന്വേഷിച്ചാൽ ചിലപ്പോ കിട്ടുമായിരിക്കും. അവിടെ ഫുള്ളും ട്രെയിൻഡ് ടൈഗേഴ്സ് എല്ലാം ഉണ്ടാവുക. അപ്പൊ അവിടെ പോയാൽ മതി, ഒരു സർക്കസ് കമ്പനി പോകാമെന്ന് വിചാരിച്ചു. സിൻസ് കാരണം they were likely to have trained animals. കാരണം അവിടെ എന്തുണ്ടാവും? അത്ര അനിമൽസിനൊക്കെ നല്ല തന്നെ പരിശീലനം കിട്ടിയവരായിരിക്കും. അതുകൊണ്ട് അവരെ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സർക്കസ് കമ്പനിയിൽ പോകാൻ തീരുമാനിച്ചു. അത് എവിടെയാണെന്ന് നോക്കിക്കേ. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, one called the Bharat Circus was visiting Calcutta at the time, holding shows in Marcus Square. As a matter of fact, in reality, യഥാർത്ഥത്തിൽ സത്യത്തിൽ one called the Bharat Circus, അപ്പോഴാണ് കൽക്കത്തയിൽ ഭാരത് സർക്കസ് എന്ന സർക്കസ് നടക്കുന്നുണ്ട്. അത് കൽക്കത്ത വിസിറ്റ് ചെയ്യുന്ന സമയം കേട്ടോ. ആ സമയം, അതായത് കൽക്കത്തയിലെ ഭാരത് സർക്കസ് വരുന്ന സമയം. ആ സമയത്ത് ഹോൾഡിംഗ് ഷോസ്, പ്രദർശനം കാഴ്ചവെക്കുന്നുണ്ട് അവര്. എവിടെയാ സ്ഥലം? മാർക്കസ് സ്ക്വയറില്, കൽക്കത്തയിലെ മാർക്കസ് സ്ക്വയറില് പ്രദർശനം നടക്കുന്നുണ്ട്. അവിടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ വി സെന്റ് someone to make an appointment with its Tamil manager and then went to meet him one morning. We sent, ഞങ്ങൾ അയച്ചു. ഇവിടെ ഞങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് മനസ്സിലാക്കാൻ ആരൊക്കെയാണെന്ന്? നമ്മുടെ സത്യജിത് റായിനെയും അദ്ദേഹത്തിന് കൂടെയുള്ള കൊളീഗ്സ് കേട്ടോ. മറ്റു പ്രവർത്തകരൊക്കെ ഉണ്ടാവില്ല, അണിയറ പ്രവർത്തകര്. അവര് ഒരു വ്യക്തിനെ അയച്ചു. ടു മേക്ക് ആൻ അപ്പോയിന്റ്മെന്റ്, ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാനായിട്ട് അയച്ചു. വിത്ത് ഇറ്റ്സ് തമിഴ് മാനേജർ, ആ സർക്കസ് കമ്പനിയുടെ മാനേജർ തമിഴനാട്ടോ. അയാളെ കാണാനായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തണം, കാര്യങ്ങളൊക്കെ പറയണ്ടേ. ആൻഡ് ദെൻ വെന്റ് ടു മീറ്റ് ഹിം, പിന്നെ ഞങ്ങൾ കാണാൻ പോയി. വൺ മോർണിംഗ്, ഒരു ദിവസം ഞങ്ങൾ രാവിലെ തന്നെ പോയി അയാളെ കാണാനേ. ഹി ഗ്രീറ്റഡ് അസ് വാർംലി. അദ്ദേഹം ഗ്രീറ്റഡ്, ഞങ്ങളെ സ്വീകരിച്ചു. എങ്ങനെ? വാർംലി പറഞ്ഞ ഊഷ്മളമായി, നല്ല കാര്യത്തോടു കൂടി സ്വീകരിച്ചു. ഓക്കെ, കാരണം പ്രഗത്ഭരായിട്ടുള്ള സിനിമ നിർമ്മാത സംവിധായകരിലെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാതിരിക്കില്ലല്ലോ ആരും. ആൻഡ് ഓർഡേർഡ്, എന്നിട്ട് പറഞ്ഞു സൗത്ത് ഇന്ത്യൻ, ഓർഡർ കൊടുത്തു. സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ അസ്, ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ട്രീറ്റ് കേട്ടോ. സൗത്ത് ഇന്ത്യൻ കോഫി ഞങ്ങൾക്ക് ഓഫർ ചെയ്തു. ഞങ്ങള് കോഫിയെ കുടിപ്പിച്ചു. നന്നായിട്ട് ഊഷ്മളമായിട്ടുള്ള സഹവാസമൊക്കെ ആസ്വദിച്ചു എന്നർത്ഥം. അതിനുശേഷം ദ മാനേജർ ഹിയർഡ് ദ റീസൺ ഫോർ അവർ വിസിറ്റ്. ഈ മാനേജർ ഹിയർഡ് ദ റീസൺ, കാരണം കേട്ടു. ഫോർ അവർ വിസിറ്റ്, ഞങ്ങൾ വന്നതിന്റെ സന്ദർശന കാരണം അദ്ദേഹം കേട്ടു. ദെൻ എന്നിട്ട് സെന്റ് ഫോർ വൺ മിസ്റ്റർ തോററ്റ്, അതൊരു വ്യക്തിയാട്ടോ. അതിന് പഠിക്കാൻ പോകുന്ന അടുത്തൊരു മെയിൻ ക്യാരക്ടറാണത്. മിസ്റ്റർ തോററ്റ് എന്നൊരു വ്യക്തിനെ അയച്ചു. ഓക്കെ, അയക്കാമെന്ന് വെച്ചു കേട്ടോ. ഹി ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. അയാളെ സർക്കസിന്റെ ആരാ? അദ്ദേഹമാണ് റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞ കൺട്രോളർ ഓഫ് പെർഫോമൻസ്. എല്ലാ പെർഫോമൻസിന്റെയും നിയന്ത്രിക്കുന്ന വ്യക്തി, കാര്യസ്ഥൻ, ഒരു സ്റ്റിവാർഡ്, റിംഗ് മാസ്റ്റർ ആണ്. ഹി ടു, അദ്ദേഹം എങ്ങനെയുള്ള ആളാ? വാസ് എ സൗത്ത് ഇന്ത്യൻ. അയാളും ഒരു സൗത്ത് ഇന്ത്യൻ ആണ്. വെരി വെൽ ബിൽട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഉറച്ച ശരീരമുള്ള, വെൽ ബിൽട്ട് ആണ് കേട്ടോ, ഉറച്ച ശരീരമുള്ള വ്യക്തിയായിരുന്നു. വിത്ത് ഫീച്ചേഴ്സ് സംവാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി, ഒരു നേപ്പാളിയുടെ ഫീച്ചേഴ്സ്, രൂപഘടനയുള്ള ഒരു വ്യക്തിയുമായിരുന്നു. നേപ്പാളിയെ പോലെ ഇരിക്കും കണ്ടാൽ. He was perhaps no more than 40. He was perhaps, ഒരു പക്ഷേ അദ്ദേഹത്തിന് no more than 40, 40 വയസ്സിൽ കൂടുതൽ പ്രായമൊന്നുമില്ല. ഏകദേശം 40 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അത് കൂടുതൽ പ്രായമൊന്നും കാണത്തില്ല. He showed us an old scar on his forearm which had been caused by a tiger. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കാണിച്ചേ. എന്നത്? He showed us, അദ്ദേഹം ഞങ്ങളെ കാണിച്ചു. us പറഞ്ഞ ഞങ്ങളെ. ആൻ ഓൾഡ്, ഒരു പഴയ സ്കാർ. സ്കാർ എന്ന് പറഞ്ഞത് മാർക്ക് ഓഫ് എ വൗണ്ട്, ഒരു മുറിവിന്റെ അടയാളമാട്ടോ. അപ്പൊ ഒരു അടയാളം കാണിച്ചു, മുറിവിന്റെ അടയാളം, മുറിഞ്ഞ പാട്, അത് കാണിച്ചു. എവിടെയാ മുറിപ്പാട്? ഓൺ ഹിസ് ഫോർ ആം. ആം എന്ന് പറഞ്ഞ കൈയാണ്. കൈയുടെ മുകൾ വശം എന്നാണ് അർത്ഥം. കൈയുടെ മുകൾ വശത്തായിട്ട് ഒരു എന്താ പറയാ
ഷോൾഡറോട് ചേർന്നിട്ട് എന്താ പറയാ ഒരു മുറിവിന്റെ പാട് കാണിച്ചു. വിച്ച് അത് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. കോസ്ഡ് അതെങ്ങനെ ഉണ്ടായതാ? കാരണം എന്നർത്ഥം ഒരു ടൈഗർ കാരണം ഉണ്ടായ മുറിവാണെന്നർത്ഥം. ഓക്കെ, അപ്പൊ ടൈഗറിനെ കടിച്ചതിന്റെ പാടാണ് അയാൾ കാണിച്ചത് എന്ന് മനസ്സിലായോ? അപ്പോ ഈ മിസ്റ്റർ തോരട്ടൻ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.